പൊന്നാനിയിലെ 5-ാം ദിവസം ഞങ്ങളിതാ എല്ലാ പ്രോഗ്രാമും എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വെക്കേഷൻ, പൊന്നാനിയിലത്തെ വെക്കേഷൻ അവസാനിപ്പിച്ച് ഞങ്ങളിതാ മടങ്ങാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. എല്ലാവരുടെ മുഖത്ത് ദുഃഖം ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കും. അത്ര ദുഃഖമൊന്നുമില്ല, എന്നാലും ചെറിയ ദുഃഖം വരുത്താനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ഞാനിതാ പോകുന്നു, കാറിൽ കയറാൻ പോവാണ്, വീട്ടിലേക്ക് പോവാണ്. എൻ്റെ മോളുടെ അരങ്ങേറ്റുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പറേഷന് വേണ്ടി നാളെ ഗുരുവായൂർക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് പൊന്നാനിയിൽ നിന്ന് മടങ്ങണം. അത് അമ്മയും ചേച്ചിയൊക്കെ സങ്കടപ്പെടാനുള്ള തത്രപ്പാടിലാണ്. സങ്കടമൊന്നും വരണമൊന്നുമില്ല, എന്നാലും കഷ്ടപ്പെടുന്നുണ്ട് അവർ സങ്കടം വരുത്താനായിട്ട്. പൊന്നാനിയുടെ ഭംഗി, എൻ്റെ അപ്പു വെള്ളം പിടിച്ച് ഹനുമാന്റെ പോലെ നിൽക്കുന്നുണ്ട്. അതാ രുദ്രയും അനുവും അതും കൂടി കാറിൽ കയറാൻ പോകണു. ഞാൻ അവരോടൊക്കെ കരയാൻ ആവശ്യപ്പെടുന്നുണ്ട്, ആരും കരയണമൊന്നുമില്ല. സങ്കടം കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്, പക്ഷെ കരയുന്നില്ല. ആരും കരയുന്നില്ല. ഒരു നിവൃത്തിയില്ല. അവർ പൊട്ടിച്ചിരിക്കുന്നു, ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ പുറപ്പെട്ടു. ഞാൻ പോയതിൻ്റെ സന്തോഷം അവരുടെ മുഖത്തൊക്കെ ഞാൻ കണ്ടുകൊണ്ട് ഞാൻ ഇറങ്ങി. അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നാനിയുടെ മനോഹാരിത വിട്ട് ഇന്ന് വരും, അടുത്ത പ്രാവശ്യം വെക്കേഷന് വരാമെന്നുള്ള സന്തോഷത്തിൽ ചെറിയൊരു വിഷമം തോന്നി. കോട്ടെ സാരില്ല, ഇനി വരാലോ. കുട്ടികളൊക്കെ അതേ പോയി അവനവൻ്റെ